വളരെ പ്രസിദ്ധമായ കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർകുളങ്ങരയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 10 ദിവസത്തെ വളരെ ഗംഭീരമായ തിരുവുത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ദുർഗാദേവിയുടെ ഏറ്റവും ഇഷ്ട വഴിപാട് കോലം തുള്ളലാണ്. കോലം ഉണ്ടായതിനെപ്പറ്റി പല കഥകളുമുണ്ട്. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടതിൽ പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിച്ച രാക്ഷസ സഹോദരന്മാരായ ദാനവതിയും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അതിശക്തന്മാരായ പുത്രന്മാർ ഉണ്ടാകണം എന്ന് വരം വാങ്ങി. കാലക്രമേണ ധാരുമതിക്കും ധാരികൻ എന്നും ധാനവതിക്ക് ധാനവൻ എന്നും പേരോട് കൂടിയ പുത്രന്മാരുണ്ടായി. ധാരികൻ അസുരന്മാരുടെ ചക്രവർത്തി ആവുകയും ധാനവൻ ദ്വൈതസേനാ നായകനായി മാറി. ധാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിന്റെ കടുത്ത ഭക്തനായിരുന്നു. മാതാവായ ധാരുമതിയുടെ ഉപദേശപ്രകാരം പ്രപഞ്ച ചക്രവർത്തി ആകുവാൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. ധാരിക വീരൻ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കുവാൻ കഴിയൂ എന്ന് വരം വാങ്ങുന്നു. കൂടാതെ 10,000 ആനകളുടെ ശക്തിയും ബ്രഹ്മദണ്ഡും ബ്രഹ്മമന്ത്രവും വരമായി നേടി. യുദ്ധത്തിൽ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്നും 1000 ധാരികന്മാർ ജനിക്കും എന്നായിരുന്നു വരം. വരസിദ്ധിയിൽ അഹങ്കരിച്ച ധാരികൻ ത്രിലോകങ്ങളിൽ പരാക്രമങ്ങൾ അഴിച്ചുവിട്ടു. അസുരന്റെ പരാക്രമങ്ങൾ സഹിക്ക വയ്യാതെ ദേവന്മാർ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു. എല്ലാം മനസ്സിലാക്കിയ മഹാദേവൻ തന്റെ കണ്ണിൽ നിന്നും ഭദ്രകാളിയെ ജനിപ്പിച്ചു. കാളി അസുരന്മാരുമായി ഏറ്റുമുട്ടി. ധാരികന്റെ ഒരു തുള്ളി ചോര ഭൂമിയിൽ വീണാൽ 1000 ധാരികന്മാർ ജനിക്കുമായിരുന്നു. അതിനാൽ യുദ്ധം 18 ദിവസം നീണ്ടുനിന്നു. ഭയം നോടിയ ധാരികനെ പാതാളത്തിൽ വെച്ച് കാളി നിഗ്രഹിച്ചു. കലിയടങ്ങാത്ത കാളി ചോര ഒലിപ്പിക്കുന്ന ശിരസും കൊടുംവാളുമായി ആർത്ത് അട്ടഹസിച്ചു. അത് കേട്ട് ലോകർ ഞെട്ടുന്നു. കാളിയെ ശാന്തയാക്കുവാൻ മഹാദേവൻ സുബ്രഹ്മണ്യനെ പറഞ്ഞയക്കുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം ഭൂതഗണങ്ങളും ദേവന്മാരും കൂടി പല കോലങ്ങളും രൂപങ്ങളും വരച്ച് മുഖത്ത് വെച്ച് കെട്ടി പാടാനും ആടാനും തുടങ്ങി. തന്റെ രൗദ്രഭാവം വരച്ചിരിക്കുന്നത് കണ്ട് കാളി ഊറിച്ചിരിച്ചു. അങ്ങനെ ദേവിയുടെ കലി അടങ്ങി. അങ്ങനെയാണ് കോലങ്ങൾ ഉണ്ടായതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ഇനി കോലം വഴിപാടായി നടത്തുന്ന വീട്ടിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് കിഴക്കേ കരയിലെ കോലം ഒരുക്കങ്ങൾ നടക്കുന്ന വീടാണിത്. നീണ്ടൂർ പള്ളിപ്പാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. രമേശൻ, ശ്രീലത, ശ്യാംലാൽ, രേഷ്മ, സഞ്ജു, ഭവിക് തുടങ്ങിയവർ ഈ ഗൃഹത്തിലെ കുടുംബാംഗങ്ങളാണ്. കോലങ്ങളിൽ സാധാരണ കോലവും പഞ്ചകോലങ്ങളുമുണ്ട്. അതിലെ സാധാരണ കോലമാണ് ഈ കുടുംബത്തിലുള്ളവർ നടത്തുന്നത്. ഗണപതി, ഭൈരവി, മരുത, യക്ഷൻ, കാലൻ, പക്ഷിമാടൻ തുടങ്ങിയ കോലങ്ങളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ എഴുതാറുള്ളത്. വീട്ടുകാർ 7 തരം കോലങ്ങൾ ആണെന്ന് നേർന്നത് എന്ന് മനസ്സിലാക്കി അതിനെ അനുസരിച്ച് എഴുതി കൊടുക്കുന്നത്. ഓരോ കോലത്തിനും പ്രത്യേക മുഖാവരണം, കിരീടം, ചമയങ്ങൾ എന്നിവയുമുണ്ട്. ഓരോന്നിനും പ്രത്യേക പാട്ടുകളും ചുവടുകളുമുണ്ട്. വ്രതം നോറ്റവരുമാണ് കോലം തുള്ളേണ്ടത്. തൂവൽ, ഈർക്കിലി പ്രത്യേക രീതിയിൽ ചികിയെടുത്ത് ഉപയോഗിച്ചാണ് എഴുതിയ പാളകൾ ചട്ടത്തിൽ തയ്ച്ചു ചേർക്കുന്നത്. കോലം തീർന്നു പൂജ കഴിഞ്ഞ് വീട്ടുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തൃപ്തി ഉണ്ടാകും. മേളത്തിന്റെ ചൂട്ടുകെട്ടോടു കൂടിയാണ് കോലങ്ങൾ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഈ പുണ്യകർമ്മത്തിന് ഏകദേശം 5000-ൽ പരം ആളുകളാണ് പങ്കുചേരുന്നത്. ഇവർക്ക് സദ്യകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് മുതുകുളത്തുള്ള ദേവരാജൻ കാറ്ററിംഗ് ആണ് ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്.